പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, വെൻ ലൈഫ് ഗെറ്റ്സ് ടഫ് എന്തോ ചെയ്യാൻ പറ്റും? ഞാൻ പറയും ജസ്റ്റ് സ്മൈൽ. അതിനെ നമുക്ക് കഴിയുള്ളൂ. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ചൊക്കെ വളരെ അമേസിംഗ് ആയിട്ടുള്ള പ്ലാൻസാണ് ഉള്ളത്. നാം അത് മനസ്സിലാക്കണം. പക്ഷേ ചില സമയം എല്ലാം ഇട്ടെറിഞ്ഞേച്ച് പോകാൻ തോന്നും, അല്ലേ? അതായത് യാതൊരു പ്രത്യാശയുമില്ലാത്തവരെ പോലെ നാം ആയിത്തീരാറുണ്ട്. എന്നാൽ മനസ്സിലാക്കണം കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് നീ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അത് നന്മയ്ക്കായിട്ടുള്ള ഉദ്ദേശമാണ്, അത് നല്ല ഉദ്ദേശമാണ്, അത് വലിയ ഉദ്ദേശമാണ്. അതുകൊണ്ട് നീ നിൻ്റെ സന്തോഷം കൈവിടരുത്. ദൈവം നിനക്ക് വേണ്ടി ഉണ്ട്. നീ വിചാരിക്കുന്നതിലും അധികം അവൻ നിന്നെ സഹായിക്കും. ഈ നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 139 3-4 വാക്യങ്ങൾ. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. ഇറ്റ്സ് ഇൻക്രെഡിബിൾ, അല്ലേ? ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. നമ്മൾ നടക്കേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരുവാൻ മനസ്സുള്ളവന്. പക്ഷെ നീ നിൻ്റെ ദിവസം ഇതൊരു സ്ട്രെസ്ഫുൾ ഡേ ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ കൺഫ്യൂസ് ചെയ്യുന്ന വിധത്തിൽ നിൻ്റെ പ്രയോറിറ്റീസൊക്കെ മാറ്റി വെച്ചാൽ അത് ശരിയാകത്തില്ല. ഏത് വിഷമ പ്രശ്നം നിനക്കുണ്ടെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ ഒരു നല്ല സൊല്യൂഷനുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് സന്തോഷിക്കുവാൻ നിനക്ക് കഴിയുമോ? വെതർ എങ്ങനെയും ആയിക്കോട്ടെ, നിന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവുണ്ടല്ലോ, അവൻ തൻ്റെ പദ്ധതി നിൻ്റെ ജീവിതത്തിൽ നിറവേറും. അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ എക്സ്പെക്റ്റ് ചെയ്തതിനെ കഴിഞ്ഞും വളരെ വളരെ ഉയരത്തിലാണ് ദൈവത്തിൻ്റെ പദ്ധതി നിന്നെക്കുറിച്ച് ഉള്ളതെന്ന്. അതുകൊണ്ട് ദൈവം ആരാണെന്നും നിൻ്റെ മുമ്പിലെ വെല്ലുവിളിയാണെന്നും നിനക്ക് ആര് എങ്ങനെ സഹായം അയച്ചു തരുമെന്നും നിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഒക്കെ നീ നിന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിനറിയാം എന്ത് വിഷയങ്ങളിൽ കൂടി കടന്നു പോയാലും നിന്നെ തളരാതെ സൂക്ഷിക്കുവാൻ എനിക്ക് കഴിയുമെന്നും നീ കടന്നു പോകുന്നതിൽ കൂടെ നീ കടന്നു പോയിട്ട് പുറത്തു വരികയും ചെയ്യുമെന്നും ദൈവത്തിനറിയാം. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കോൺഫിഡൻസ് നീ കളയരുത് കേട്ടോ. യെശയ്യാവ് 46:10 വാക്യം. ഐസായ ചാപ്റ്റർ 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ ദൈവം അത് നിവർത്തിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്ലാൻ എത്ര മാറ്റിയാലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കാതെ, ദൈവത്തോട് നമ്മുടെ കുറവുകൾ ഏറ്റുപറയാതെ, ദൈവത്തിൻ്റെ പ്ലാൻ എന്തെന്ന് ചോദിച്ച് മനസ്സിലാക്കി മുന്നേറുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യുത്തമമാണെന്ന് ദൈവത്തിൽ നീ മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ 4 അതിൻ്റെ 8 വാക്യം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. നമ്മൾ നശിച്ചു പോകാതെ നമ്മെ നടത്തുന്ന നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. നമ്മൾ സൊല്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ നമുക്ക് വേണ്ടി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. നമ്മളെ അവൻ ഒരിക്കലും നിലംപരിചാകാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ഡെലിവറൻസ് അവൻ്റെ വിഷയമാണ്. പ്രൈസ് ഗോഡ്. പൗലോസ് പഠിപ്പിച്ചതെല്ലാം നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. പക്ഷെങ്കിൽ നാം ഹോപ്പ്ലെസ്നെസ്സിലായി പോകാതെ ദൈവത്തിൻ്റെ പ്ലാനിൽ ഒരു കംഫർട്ടും
സ്ട്രെങ്ത്തും അതിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ ഗുണം നമുക്ക് കഴിയണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ട് കാണാത്തതൊക്കെ എന്തെങ്കിലുമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് സർവൈവ് ചെയ്തു പോകാൻ ആവശ്യമാകുന്ന ശക്തി തരുമോ? കുഞ്ഞെ, നിൻ്റെ പെയിൻ നീ ഇന്ന് അനുഭവിക്കുന്നത് എത്ര വലുതാണെങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ ആ പെയിനെ നോക്കാൻ പോകരുത്. പക്ഷെങ്കിൽ വചനത്തിൽ കൂടി ദൈവം വാഗ്ദത്തമായി തന്നിരിക്കുന്ന ആ പ്രത്യാശയെ നീ നോക്ക്. വേദനയെ നോക്കിയാൽ നീ തളർന്നു പോകും. അതുകൊണ്ട് സമയമെടുത്ത് ബൈബിള് വായിക്കുക, നമ്മൾ വേർഷിപ്പ് ആരാധിക്കുക, പാട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ശക്തീകരിക്കുവാൻ, യു വിൽ ബി സ്ട്രെങ്തൻ yourself from the inside out and remind yourself of the truth. നിൻ്റെ വേദന നിമിത്തം നിൻ്റെ സ്റ്റോറി എൻഡ് ചെയ്യത്തില്ല. നിന്നെ അത്ഭുത വിഷയമാക്കാൻ പദ്ധതിയുള്ള ഒരു നല്ല കർത്താവിനെയല്ലേ നമുക്ക് സേവിക്കാനായിട്ട് ഇടയായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ വഴി നടത്തുന്നത് എല്ലാം തൻ്റെ കൃപയാലാണ്. തൻ്റെ കൃപ, അതിൽ കൂടി അവൻ നമുക്കെല്ലാം തരും. അതെല്ലാം അവൻ്റെ പക്കൽ ഉണ്ട് താനും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 9. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവന് ഒരു ചേഞ്ചും വരത്തില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ നടുവിൽ ചെന്ന് നിന്നു. ആ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് യേശുവിനെ പറ്റിയാണ്. പക്ഷേ യേശു അവരുടെ നടുവിൽ ചെന്ന് നിന്നിട്ടും അവർക്ക് യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എത്ര വിരോധാഭാസം അല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. അതുപോലെ 24-ാം അധ്യായം ലൂക്കോസിൻ്റെ 25 ഇങ്ങനെ പറയുന്നു: അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. നമ്മൾ അറിയേണ്ടത് അറിയണം, അതിനനുസരിച്ച് നമ്മൾ ചലിക്കണം. സൊല്യൂഷൻ കിട്ടാതെ വണ്ണം മാറിപ്പോകരുത്. ദൈവം നിൻ്റെ അടുത്തൂടെ പോകുന്നുണ്ട് കേട്ടോ. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നിൻ്റെ കൈ അവനെങ്കിലേക്ക് നീട്ടണം, നിൻ്റെ കണ്ണ് തുറക്കണം, എന്നിട്ട് ദൈവത്തോട് സൊല്യൂഷൻ ചോദിക്കണം. നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലെ ദൈവം നമ്മളിൽ നിന്ന് അകലെയല്ല. അവൻ നമ്മോട് കൂടെ വസിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇത്രത്തോളം നമുക്ക് ആശ്വാസം തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ സേവിപ്പാനിടയായത് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യമല്ലേ. സങ്കീർത്തനം 50:15 Psalm 50 verse 15 ഇങ്ങനെ പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും 28 കാലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നഷ്ടകാലം, കഷ്ടകാലം, ദുഃഖകാലം. അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കാലത്ത് നമ്മളെ വിടുവിക്കാതെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഫലമേൽപ്പിച്ച് മുന്നോട്ട് ജീവിപ്പാൻ കർത്താവിനോട് നമുക്ക് കൃപയ്ക്കായി യാചിക്കാം. അവൻ തീർച്ചയായും അവൻ്റെ കൃപ നമ്മളിൽ പകരുക തന്നെ ചെയ്യും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കി ആ പ്ലാനിനനുസരിച്ച് ഞങ്ങളെ നീ ഒന്ന് മോൾഡ് ചെയ്യണമേ. നിൻ്റെ സ്നേഹം നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.